നമസ്കാരം. കായംകുളത്ത് വഴിയാത്രക്കാരനെ ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ വൈദ്യപരിശോധനയ്ക്ക് പോലും വിധേയനാക്കാതെ രക്ഷപ്പെടുത്തിയ പോലീസ് നടപടിക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങി യുവാവ്. അപകടത്തിൽ മൊഹസിൻ എന്ന യുവാവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ബൈക്ക് ഓടിച്ച ഉദ്യോഗസ്ഥനെ ആശുപത്രിയിലെത്തിയ കായംകുളം പോലീസ് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നതിനിടെ യുവാവിന്റെ ബന്ധുക്കളുമായി വാക്കുതർക്കമുണ്ടായി. ഇത് മൊബൈൽ ഫോണിൽ പകർത്തിയ യുവാവിന്റെ സുഹൃത്തുക്കൾക്കെതിരെ പോലീസ് വ്യാജ കേസ് ചമച്ച് മർദ്ദിച്ചതായിട്ടാണ് ആരോപണം. ഇവർ ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിൽ പരാതി നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി 2-നാണ് സംഭവം ഉണ്ടാകുന്നത്. കായംകുളം ഫയർ സ്റ്റേഷന് മുന്നിൽ വെച്ച് പരാതിക്കാരന്റെ സുഹൃത്തായ മുഹ്സിനെ ബൈക്കിൽ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ മുഹ്സിന് തലയ്ക്കും കൈക്കും സാരമായി പരിക്കേറ്റു. വിവരമറിഞ്ഞാണ് പരാതിക്കാരനും ആശുപത്രിയിലെത്തുന്നത്. മുഹ്സിന്റെ ബന്ധുക്കളും ബൈക്ക് ഓടിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനും ആശുപത്രിയിലുണ്ടായിരുന്നു. ഇയാൾ മദ്യപിച്ചിരുന്നതായി ബന്ധുക്കൾക്ക് സംശയമുണ്ടായിരുന്നിട്ടും ആശുപത്രി അധികൃതർ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ തയ്യാറായില്ല എന്നും ആരോപണമുണ്ട്. കായംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്നും 4 പോലീസ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ എത്തിയതായും പരാതിയിൽ പറയുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ പരിശോധനയ്ക്ക് പോലും വിധേയനാക്കാതെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിയതെന്നും ആരോപണമുണ്ട്. തുടർന്ന് ആശുപത്രിയിൽ പരിക്കേറ്റ മുഹ്സിന്റെ ബന്ധുക്കളും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായി. ഈ സംഭവങ്ങൾ പരാതിക്കാരൻ മൊബൈലിൽ പകർത്തിയിരുന്നു. വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധുക്കളെ അടക്കം ഭീഷണിപ്പെടുത്തിയതായും ആക്ഷേപമുണ്ട്. ശേഷം ബൈക്ക് ഓടിച്ച ഉദ്യോഗസ്ഥനുമായി പോലീസ് സംഘം സ്ഥലം വിട്ടതായും പരാതിയിൽ പറയുന്നു. വീഡിയോ ആവശ്യപ്പെട്ട് പോലീസുകാർ പരാതിക്കാരനെ പലതവണ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരാതിക്കാരന്റെ പക്കലുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് പലതവണ ഒത്തുതീർപ്പിന് ശ്രമിച്ചതായും ആരോപണമുണ്ട്. എന്നാൽ പരാതിക്കാർ ഇതിന് മുതിർന്നില്ല. ഇത് പോലീസിനെ വല്ലാതെ ചൊടിപ്പിച്ചതായിട്ടാണ് പരാതിക്കാർ പറയുന്നത്. തുടർന്ന് ഫെബ്രുവരി 3-ന് പരാതിക്കാരനെയും 2 സുഹൃത്തുക്കളെയും ഒരു കാര്യവുമില്ലാതെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു. സ്റ്റേഷനിലെത്തിച്ച പരാതിക്കാരെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചതായും പറയുന്നു. ഇവർക്കെതിരെ വ്യാജ കേസ് ചമച്ചതായും ആരോപണമുണ്ട്. ക്രൂരമായ പോലീസ് മർദ്ദനത്തിനിരയായ പരാതിക്കാരനെ കായംകുളം സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2 കേസുകളാണ് പരാതിക്കാർക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തത്. പോലീസിന് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് പരാതിക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. വഴിയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ വൈദ്യപരിശോധനയ്ക്ക് പോലും വിധേയനാക്കാതെ രക്ഷപ്പെടുത്തിയ പോലീസ് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതായിട്ടാണ് പരാതിക്കാർ പറയുന്നത്.